ഹായ് ഹലോ നമസ്കാരം. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു വാർത്ത എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 10ൽ പഠിക്കുന്ന കുട്ടിയെ അവൻ്റെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ആക്രമിച്ച് കൊന്നിരിക്കുന്നു. തലക്കൊക്കെ അടിച്ചൊക്കെയാണ് കൊന്നേക്കുന്നത്. അത് വാർത്ത കേട്ടപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാമോ, ഈ മരണപ്പെട്ടുപോയ ആ കുട്ടിക്കും അറിയുന്നില്ല എന്തിന് ഞാൻ മരണപ്പെട്ടു എന്നും, അതുപോലെ തന്നെ ഈ കൊന്നവന്മാർക്കും അറിയില്ല എന്തിനു വേണ്ടി ആ കുഞ്ഞിനെ കൊന്നു. ആ രീതിയിലുള്ളൊരു വാർത്തയായിപ്പോയി. എന്ത് സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്വന്തം കൂട്ടുകാരനെ ഈ രീതിയിൽ കൊന്നത്. അതിനുശേഷം കുറച്ച് വാട്സപ്പല്ല ഇൻസ്റ്റാഗ്രാം ചാറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായി. ആ ചാറ്റുകളിൽ പറയണ കേൾക്കണ ഉമ്മാര്, അതായത് കൊന്നതിന് കുഴപ്പമില്ല, ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായാലും അതിന് പ്രശ്നം ഉണ്ടാകാൻ പോണില്ല, അതിൽ കേസ് എടുക്കില്ല. പിന്നെ ഒരുത്തൻ പറയുന്നുണ്ട് അവന് കണ്ണൊന്നുമില്ല, ഒന്ന് പോയി നോക്കട്ടാ, കണ്ണൊന്നുമില്ല അവന്. ഒരു തമാശ പോലെയാണ് പറഞ്ഞത്. ഒരാളുടെ ജീവൻ വെച്ചിട്ടാണ് ഉമ്മാര് കളിച്ചത്. എന്നിട്ട് പറയാൻ കേട്ടില്ല കണ്ണൊന്നുമില്ല, ഒന്ന് പോയി നോക്കണം. പിന്നെ എന്താ ഒറ്റ മൈൻഡ് കൊല്ലൂ എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. ആണുങ്ങളൊക്കെ ആണെങ്കിൽ കൂടെ ചേർന്ന് വന്നോളി. അതായത് ഈ കൂട്ടത്തിൽ ചേരാതെ ആരെങ്കിലും മാറിയൊക്കെ ഉണ്ടെങ്കിൽ അവനെയും കൂടി പെടുത്താൻ വേണ്ടിയിട്ട് ഇതിലങ്ങോട്ട് വലിച്ച് കയറ്റുകയാണ്. അപ്പം ഞാനാണാണ് അന്ന് ഞാനും പോകും. ആ ഒരു രീതിയിലുള്ള ഒരു ട്രാപ്പ് പോലുള്ള ഒരു വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ ഇവരുടെ മനസ്സ് എത്ര മൃഗീയമായിട്ടുള്ള ഒരു ചീഞ്ഞ അഴുകി പുഴുത്തിരിക്കുന്ന മനസ്സാണെന്ന് ചിന്തിച്ചു പോയി. സ്വന്തം കൂട്ടുകാരനെ കൊല്ലാന്ന് പറഞ്ഞ ഒരു ഉറുമ്പിനെ കൊല്ലുന്ന ഒരു ലാഘവത്തോടു കൂടിയല്ലേ ഇവർ കൊന്നിരിക്കുന്നത്. പാവം ആ കുഞ്ഞിനെ എന്ത് കാര്യത്തിനാടാ നീയൊക്കെ ഇങ്ങനെ ചെയ്തത്? ഞാൻ ചിന്തിച്ചു പോവുകയാണ്. നമ്മളൊക്കെ ജീവിച്ച കാലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഒരു കൂട്ടുകാരൻ്റെ കണ്ണുനീര് വീഴാനുള്ള ഒരു വർത്താനം പോലും നമ്മുടെ വായിൽ നിന്ന് വീഴാൻ പാടില്ല. അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാ? എൻ്റെ ഹൃദയം വേദനിച്ചാലും കുഴപ്പമില്ല, അവൻ്റെ ഹൃദയം വേദനിക്കരുത്. ആ രീതിയിൽ വേണം കൂട്ടുകാരനോട് നമ്മൾ സമീപിക്കാൻ. അവനൊന്ന് വീണ് പോയാൽ അവനെ ആ വീഴ്ചയിൽ നിന്നും കൈ പിടിച്ചുയർത്താൻ കൈ നീട്ടി കൊടുക്കുന്നവനാ കൂട്ടുകാരൻ. കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ചുമ്മാ തമാശക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല കൂട്ടുകാരൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ആത്മാർത്ഥമായ ഒരു കൂട്ടുകാരനോട് അത്രയേറെ അടുത്ത കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ പോലും ചർച്ച ചെയ്യാത്ത പല കാര്യങ്ങളും കൂട്ടുകാരോട് പറയും. അതാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബലം. അവൻ എപ്പോഴും നമ്മുടെ തണല് പോലെ, ഒരു നിഴല് പോലെ കൂടെ ഉണ്ടാവും. ഇത് നിസാര വേഗത്തിൽ കൊന്നു കളഞ്ഞിരിക്കുന്നു. 90 കിഡ്സ് 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് തരംതിരിവ് വെച്ച് പല സംസാരങ്ങളും വരുമ്പോൾ 2K കിഡ്സ് മോശമാണ് എന്ന തരത്തിലല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. 2K കിഡ്സ് എപ്പോഴും നല്ലതാണ്. കുഞ്ഞുങ്ങളാണ്. 10ൽ പഠിക്കുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ വലിയ പ്രായമൊന്നുമല്ല. 90 വയസ്സുള്ള ഒരാളുടെ പ്രായമല്ല. 15 വയസ്സ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ആ പാതയിൽ നിവർന്ന് നിൽക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കൗമാര യൗവനങ്ങൾ ചേർന്ന് വരുന്ന കാലത്ത് ഈ തരത്തിലുള്ള ഒരാളെ കൊന്നു കളയുക എന്ന് പറഞ്ഞ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ട് വലിയ രാജാക്കന്മാരായി മാറിപ്പോകുകയാണോ നിങ്ങൾ? ആരുടെ മുന്നിൽ ഹീറോ ചമയാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണത്? എൻ്റെ പിന്നിൽ നിൽക്കുന്നവരെ ഒന്ന് കണ്ട് ഞെട്ടിക്കോട്ടെ, ഞാൻ നായകനാണ്, ഞാൻ ഇതേപോലെയൊക്കെ ചെയ്യും, ഞാൻ മാസാണ്. ഒരാളെ കൊന്നിട്ടാണോ മാസ് കാണിക്കുന്നത്? ഒരാളെ കൊല്ലാൻ പറ്റുമോ? ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും മനുഷ്യന് പറ്റുമോ? നമ്മൾക്ക് നിസാര വിധത്തിൽ ഒരാളെ കൊന്ന് തീർക്കാൻ പറ്റും. ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ജീവൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കൊല്ലാനുള്ള അവകാശം നമുക്കില്ല. സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം ഞാനൊക്കെ പഠിച്ച സമയത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ ഇതുപോലെ വന്ന് കയറുമ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ ജീവിച്ചിരുന്ന ആ ഒരു പ്രദേശത്ത് ആകെ ഉണ്ടായിരുന്നത്. കാരണം പൈപ്പ് കണക്ഷനൊക്കെ ഈ ഇടക്കാണ് വന്നിട്ടുള്ളത്. അവിടെയൊക്കെ കിണറുകൾ 1-2 വീടുകളിലുള്ളൂ. മിക്കപ്പോഴും വെള്ളം നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ ചുമന്ന് കൊണ്ടുവരണം. കുന്നായ പ്രദേശങ്ങൾ കയറി ഇറങ്ങി പോയിട്ട് വേണം വെള്ളം കോരി ചുമന്ന് വീട്ടിലെത്തിക്കാൻ. ആ അമ്മമാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ വെള്ളം കൊണ്ടുവരുന്നത്. അപ്പം രാവിലെ വേറെ എന്തെങ്കിലും വീട്ടുപണിക്കൊക്കെ പോയിട്ട് വന്നിട്ടാണ് അമ്മമാർ ഇതുപോലെ വെള്ളം ചുമന്നത്. അപ്പം അമ്മേനെ സഹായിക്കാൻ നമ്മളും കൂടും സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ് വരുമ്പോൾ. അതുപോലെ തന്നെ അച്ഛനൊന്നും ഡെയിലി പണിയൊന്നും ഉണ്ടാവില്ല, കൂലിപ്പണിയായിരിക്കും. ആ പണിയൊക്കെ ഇല്ലെങ്കിലും നമ്മൾ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാറില്ല. നമുക്ക് പുത്തൻ ഉടുപ്പുകൾ വേണം, അത് വേണം, ഇത് അങ്ങനെ പറയാറില്ല. മഴക്കാലം പിടിക്കുമ്പോൾ ചിലപ്പോൾ മഴക്കോട്ടുകളില്ല, നല്ല പുത്തൻ കുടയില്ല. പക്ഷെ പഴയതാണെങ്കിലും നമ്മൾ അതൊക്കെ വെച്ച് സ്കൂളിൽ പോകും. പരാതി പറച്ചിലില്ലാത്തൊരു കാലമായിരുന്നു അത്. അങ്ങനെ കുറേ കഷ്ടപ്പാടുകളായിട്ടാണ് പോകണമെങ്കിലും അതിലും സന്തോഷം കണ്ടെത്തിയിരുന്നു. അതായത് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാനുള്ളൊരു മനസ്സ് ആ കുടുംബത്തിൽ എല്ലാവരും പുലർത്തിയിരുന്നൊരു കാലമായിരുന്നു അത്. കൂട്ടുകാരോട് കൂടിയപ്പോൾ സന്തോഷിച്ച് കളിച്ചിരികൾ പറഞ്ഞ് പാടത്തൊക്കെ പോകുമ്പോൾ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും, ഒരു കൂട്ടുകാരൻ എന്തെങ്കിലും കാര്യമായിട്ട് വന്നില്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി അന്വേഷിക്കും, എന്ത് പറ്റി, നീ എന്താ വരാത്തെ, നീ എന്തെന്ന് കൂടെ കളിക്കാൻ എത്തിയില്ലല്ലോ, അത് അന്വേഷിക്കും. അതുപോലെ എല്ലാവരും കൂടി ചേർന്ന് ചെറിയ തോടിൻ്റെ ഇറമ്പിലൊക്കെ
അതുപോലെ ഈ കഴുത്തിൽ തോർത്തൊക്കെ കെട്ടി ചെറിയ പരൽമീനൊക്കെ പിടിച്ച് കുപ്പികളിലാക്കി വീട്ടുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും. ആമ്പലുകൾ പൊട്ടിച്ച് കുപ്പികളിലിട്ട് അത് ഭംഗിയിൽ അത് വിരിഞ്ഞു വരുന്നതും രാവിലെ അത് മണത്ത് നോക്കാനുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ ഇരിക്കുമായിരുന്നു. അതുപോലെ കശുവണ്ടികൾ പെറുക്കി കൂട്ടി വെക്കും. വിഷുക്കാലമാകുമ്പോൾ അതെല്ലാം കൂടി കൊടുത്തിട്ട് അതിന് നമ്മൾ പടക്കം മേടിക്കും. ചിലപ്പോൾ പറ്റാറില്ല. അതുപോലെ പട്ടമുണ്ടാക്കി പാടങ്ങളിൽ പറത്തും. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാലമായിരുന്നു ആ ദിവസങ്ങളൊക്കെ. അന്നൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നത് ഒന്ന് സിനിമ കാണാൻ, അതായത് ടി വികളില്ലാത്ത കാലമാണല്ലോ. വീടുകളിൽ നമുക്ക് ടി വികളില്ല. ടി വികളിൽ പല പല പരിപാടികൾ ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ പല ശ്രീകൃഷ്ണ ലീല അങ്ങനെ കുറേ സീരിയലും ഐറ്റംസൊക്കെ വരും രാവിലെ. അതുപോലെ വൈകിട്ടൊക്കെ ആകുമ്പോൾ ജംഗിൾ ബുക്ക് അതൊക്കെ കാണാൻ വലിയ ആവേശമാണ്. അപ്പോൾ അയൽപക്കത്തെ വീടുകളിലൊക്കെ ഓടും. ആദ്യമൊക്കെ സിനിമ കാണാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞായറാഴ്ച വൈകുന്നേരം സിനിമ ഉണ്ടാവില്ല. അത് കാണാൻ ചെല്ലുമ്പോൾ മിക്ക വീടുകളിലും വാതിലുകൾ അടച്ചിടും. ചില വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല പിള്ളേരിങ്ങനെ വന്ന് വരാന്തകളിൽ ഇങ്ങനെ വന്നിരിക്കണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു നിരാശയായിട്ട് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. പക്ഷെ നമുക്ക് പിന്നെയാണെങ്കിലും വേറെ വീടുകളിൽ പോയി ടി വി കാണാനായിട്ടുള്ള അവസരം കിട്ടുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്നാണ് മാഞ്ഞു പോവുകയാണ്. ആ നിരാശ അങ്ങോട്ട് മാഞ്ഞു പോവുകയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി പുലർന്നൊരു കാലമായിരുന്നു ആ കുട്ടിക്കാലം എന്ന് ഞാൻ ഓർത്ത് പറയുകയാണ്. മുതിർന്നവരോടും എല്ലാവരോടും അച്ഛനും അമ്മയോടും ഒക്കെ സ്നേഹമായിട്ടും ബഹുമാനത്തോടുകൂടിയും സംസാരിക്കാനും അവരോടുകൂടി സമയം ചെലവഴിക്കാനും കഴിഞ്ഞിരുന്ന കാലമായിരുന്നു അത്. അപ്പം ഇന്നത്തെ കാലത്ത് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്തും ഈ 2K കിഡ്സ് എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളും നല്ല കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ്. അച്ഛനോടും അമ്മയോടും സ്നേഹമായി പെരുമാറുന്ന കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്കിടയിൽ ഏറ്റവും വില്ലനായിട്ട് വന്നിരിക്കുന്നൊരു സംഭവമുണ്ട്. മൊബൈൽ ഫോണിലൂടെ നമ്മൾ കളിച്ച് വലിയവനാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമുകളുണ്ടല്ലോ. ഭ്രാന്തമായി ഒരാളെ കൊന്നു തീർക്കൂ എന്ന് പറയുന്ന ഗെയിമുകൾ. അത്തരം ഗെയിമുകളിലൂടെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഏറെ ഇങ്ങനെ എപ്പോഴും സമയം ചെലവഴിക്കുന്നത് കൊണ്ട് ആ ഭ്രാന്തൻ രീതി എപ്പോഴും അവരുടെ തലച്ചോറിൽ ഉറഞ്ഞുകൂടുന്നത് ഈ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രവൃത്തിനെ വളരെ നിസ്സാരമായി അവരുടെ മനസ്സിൽ വലിയൊരു സംഭവമാക്കി കൊണ്ടുപോകുന്നുണ്ട് എന്ന് എനിക്ക് എൻ്റെ ഒരു മനസ്സിലൊരു തോന്നലാണ് ഞാനത് പറയണത്. കാരണം അതെന്താന്ന് വെച്ചാൽ ഈ ഗെയിമുകളുടെ സംഭവം എന്ന് വെച്ചാൽ ഈ കൂട്ടം ചേർന്ന് കുട്ടികൾ എപ്പോഴും നിരന്തരം ഈ ഗെയിമുകൾ കളിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ് കൊല്ലടാ, വെട്ടിക്കൊല്ലല്, വെടിവെച്ച് കൊല്ലല്, തീർക്കടവനെ, തീർത്ത് കളാ, വെച്ചേക്കരുത്, അവനെ കൊന്നു കളടാ. അപ്പം അവന് മറ്റവനെങ്ങാനും വെക്കുന്ന വെടി എങ്ങാനും കൊണ്ടില്ലെങ്കിൽ എതിര് നിൽക്കുന്നവൻ അത് അപ്പുറത്ത് അവൻ്റെ പാർട്ണർഷിപ്പിൽ വന്നേക്കുന്നവൻ അവനെ വിളിച്ച് നല്ല ചീത്തയാണ് പറയും. അപ്പം എന്തായാലും അവനെ കൊല്ലണം. അങ്ങനെ എൻ്റെ എതിരെ നിൽക്കുന്ന ശത്രുവിനെ കൊല്ലണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടി കളിക്കുന്ന ഗെയിമുകൾ ഒരു പരിധി വരെ കുഞ്ഞുങ്ങളെ ഈ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രവൃത്തി വളരെ നിസാരമായിട്ട് അവരുടെ തലച്ചോറിൽ ഒരു വിഷസൂചി കൊണ്ട് കുത്തിവെച്ചിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു തോന്നലാണ്. ഞാൻ പറഞ്ഞാണ്. അതായത് സിനിമയേക്കാളൊക്കെ കൂടുതൽ കുട്ടികളുടെ മനസ്സിൽ ഈ ഗെയിമുകളിലൂടെ കൊല്ലുക എന്നുള്ള ഞാൻ പറഞ്ഞ സംഭവം അങ്ങനെ വളർന്ന് ഭ്രാന്തമായി മാറിയിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഇന്നത്തെ കാലത്ത് പണ്ടത്തേനേക്കാളും കൂടുതൽ ലഹരി പല വിധത്തിൽ പല പേരുകളിൽ പല നിറങ്ങളിൽ പല ടൈപ്പുകളിൽ ഇറങ്ങുന്നുണ്ട്. നമുക്ക് പോലും ഒരു പെട്ടെന്ന് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ടൈപ്പുകളിൽ ലഹരികൾ ഒരുപാട് വരുന്നുണ്ട്. ഒരു കാരണവശാലും ആ ലഹരി കെണികളിലൊന്നും പോയി വീഴരുത്. ആത്മാർത്ഥതയും സ്നേഹവും സത്യവുമുള്ളൊരു കൂട്ടാൻ ഒരിക്കലും കുറച്ച് ലഹരി കൊണ്ടുവന്നിട്ട് അല്ല മിഠായി രൂപത്തിൽ എന്ത് രൂപത്തിലായാലും കൊണ്ടുവന്നിട്ട് എന്നാ നീ കൂടി ഒന്ന് രുചിച്ച് നോക്കടാ എന്ന് പറഞ്ഞ് നമ്മളെ ആ ചതിയിൽ വീഴ്ത്താൻ കൂട്ടു നിൽക്കില്ല. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ അത് അവിടെ ഉപേക്ഷിക്കണം. അങ്ങനെ ലഹരികളിൽ വീഴുന്നതും ഈ തരത്തിൽ ഒരു മാരകമായ മെൻറ്റാലിറ്റിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ഒരു ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഗെയിം, ലഹരി, പിന്നെ ഒരു സംഭവം കൂടിയുണ്ട്. ഈ നമ്മൾ റീൽസുകളൊക്കെ ഒരുപാട് റീൽസുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പലരുടെയും അതായത് ഭയങ്കര സെറ്റപ്പിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. വലിയ വില കൂടിയ ഫോണൊക്കെ മേടിച്ച് അത് കാണിക്കുക, വില കൂടിയ വണ്ടി, അതുപോലെ വമ്പൻ ഹോട്ടലുകളിൽ പോയി മുന്തിയ ഫുഡ് കഴിക്കുക. ആ തരത്തിലുള്ള റീൽസുകളൊക്കെ കാണുമ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ എൻ്റെ ജീവിതം എന്ത് ജീവിതം, ഞാനിവിടെ ഈ ചോറും പഴങ്കഞ്ഞിയൊക്കെ തിന്ന് അല്ലെങ്കിൽ ഈ കട്ടൻ ചായയും കുടിച്ചൊക്കെയാണ് ഞാൻ ജീവിക്കണത്. എനിക്ക് ഇങ്ങനെയൊന്നും പറ്റണില്ലല്ലോ. ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഈ ഒരു ദാരിദ്ര്യം പിടിച്ച അവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ സ്വയം ചിന്തിച്ചെടുക്കുകയും ആ ദേഷ്യം മൊത്തം അച്ഛനോടും അമ്മയോടൊക്കെ തീർക്കുകയും അവരുടെ മുന്നിൽ പരാതി പറഞ്ഞ് വാശി പിടിച്ച് അവരാവശ്യപ്പെടുന്ന സാധനങ്ങൾ എന്താണോ അത് വേണമെന്ന് പറഞ്ഞ് വച്ച് വയ്ക്കുക. ആ പാവങ്ങൾ ഏറ്റവും അവസാനം കടവും വിലയൊക്കെ മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കും. ഇപ്പോൾ എന്തൊരു മൊബൈൽ ഇറങ്ങിയിട്ടുണ്ട്, അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ് അപ്പോൾ അച്ഛനും അമ്മയെ ചിന്തിക്കണതാ മേടിച്ച് കൊടുക്കാം.
പക്ഷെ അങ്ങനെയൊന്നല്ല. ഈ റീൽസുകളിലൂടെ കാണുന്ന സംഭവങ്ങൾ അതൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കണം. റീൽസുകളിൽ ഭൂരിഭാഗവും നമ്മുടെ മുന്നിൽ കാണിക്കുന്നതൊക്കെ ഫേക്കായിരിക്കും. അവർ ചിലപ്പോൾ കടം മേടിച്ചൊരു മൊബൈൽ വെച്ചിട്ടായിരിക്കും അവർ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു മുന്തിയ ഒരു തരം ബൈക്കുകളിലൂടെ അവർ വരുന്നുണ്ടെങ്കിൽ അതും വല്ല വാടകയ്ക്ക് എടുത്തതൊക്കെ ആയിരിക്കും. അവരുടെ കയ്യിൽ അത്ര പൈസ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് റീൽസ് ചെയ്ത് അവരുടെ അക്കൗണ്ട് ഒന്ന് വിജയിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഇട്ടാലാണ് അവർക്ക് ലൈക്കും ഷെയറൊക്കെ കൂടുതൽ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിൽ കണ്ണീരൊലിപ്പിച്ച് ദുഃഖം പറഞ്ഞുകൊണ്ടിരുന്ന ആരും കാണില്ല എന്ന് അവർക്ക് ബുദ്ധിപൂർവ്വം അവർക്ക് അറിയാം. അതുകൊണ്ട് അവർ ആ തരത്തിലുള്ള റീലുകളൊന്നും ചെയ്യില്ല. അപ്പം അത് കണ്ട് മനസ്സിലാക്കണം. റിയലും റിയാലിറ്റിയും എന്നൊന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കണം കുഞ്ഞുങ്ങൾ. അപ്പം ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ യാതൊരു വിധത്തിലും കുഞ്ഞുങ്ങളിൽ നിന്ന് ചാടരുത്. ദുഃഖം തോന്നിപ്പോവുകയാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ. എത്ര പെട്ടെന്നാണെന്നറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ വേഗത്തിലാണ് ഈ ക്രിമിനൽ മെൻറ്റാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് മാറിപ്പോകുന്നത്. അടുത്ത തലമുറ ആയിട്ട് മാറിപ്പോകുന്ന നാട് എവിടെ ചെന്ന് നിൽക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചാടരുത്. ആത്മാർത്ഥതയും സ്നേഹവും സന്തോഷവുമുള്ള കൂട്ടുകാരായിട്ട് നമ്മളെപ്പോഴും ഇണപിരിയാത്ത കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോകണം. കൂട്ടിൻ്റെ ഒരു ബലം എന്ന് പറഞ്ഞാൽ അത് വലുതാണ്. അല്ലാതെ തല്ലാനും കൊല്ലാനും കള്ളു കുടിക്കാനും ലഹരിക്കടത്താനും മറ്റുള്ളവനെ വെട്ടി ഇല്ലാതാക്കാനും പോകുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല വേണ്ടത്. സ്നേഹവും സന്തോഷമാണ് ഊട്ടിയുറപ്പിക്കേണ്ടത്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മെൻറ്റാലിറ്റി വളർത്തിയെടുക്കണം. ഇല്ലെങ്കിലും വളർത്തിയെടുക്കണം. മറ്റുള്ളവർക്ക് പ്രകാശമായി മാറണം നമ്മൾ. ഒരാളുടെ കണ്ണീര് വീഴ്ത്താനുള്ള ഒരവസരവും നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കരുത്. എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ അവനെ ഒന്ന് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ അവനെ മാറി ഒന്ന് കുറ്റം പറയുകയും അവനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ആ തരത്തിലുള്ള ഒരു രീതിയിലൊന്നും പോകരുത്. കൂട്ടുകാരനോട് അത്ര മതിപ്പും സ്നേഹവും നമ്മൾ കൊടുക്കണം. നമ്മുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്തിയ തരത്തിൽ ഒരു ഉയർന്ന തട്ടിൽ തന്നെ ഒന്ന് നിർത്തണം. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ, ഈ കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. വളരെ സങ്കടം തോന്നിപ്പോയൊരു അവസ്ഥ തന്നെയായിരുന്നു. എന്തായാലും ആ മരണപ്പെട്ടു പോയ ആ മോൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏവരോടും.